ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഭാരതത്തിന്റെ നെറുകയിൽ ചാർത്തിയ ഏറ്റവും തിളക്കമുള്ള സുവർണമുദ്രയാണ് നളന്ദ മഹാവിഹാര. കേവലം ഒരു സർവകലാശാല എന്നതിനപ്പുറം ലോകമെമ്പാടുമുള്ള ജ്ഞാനദാഹികൾക്ക് വെളിച്ചം പകർന്ന ഒരു മഹാവിജ്ഞാന സാമ്രാജ്യമായിരുന്നു അത്. ഇന്ന് ബീഹാറിലെ പട്നയ്ക്ക് സമീപം ശാന്തമായി കിടക്കുന്ന നളന്ദയുടെ ചുവന്ന ഇഷ്ടികാവശിഷ്ടങ്ങളിലൂടെ നടക്കുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ മുഴങ്ങിക്കേട്ടിരുന്ന മന്ത്രോച്ചാരണങ്ങളുടെയും കഠിനമായ ദാർശനിക സംവാദങ്ങളുടെയും പ്രതിധ്വനികൾ നമുക്ക് ഇന്നും അനുഭവിക്കാൻ കഴിയും. ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിൽ AD 427 ഗുപ്തവംശത്തിലെ രാജാവായിരുന്ന കുമാരഗുപ്തൻ ഒന്നാമന്റെ ദൂരക്കാഴ്ചയിലാണ് നളന്ദ ജനിക്കുന്നത്. നളം, താമര, അറിവ് എന്നീ വാക്കുകളിൽ നിന്നാണ് ഈ പേരുണ്ടായത്, അതായത് അറിവ് മുറിയാതെ നിരന്തരം നൽകുന്ന ഇടം. ഗുപ്തന്മാർക്ക് ശേഷം വന്ന ഹർഷവർദ്ധന മഹാരാജാവും ബംഗാളിലെ പാലവംശത്തിലെ ഭരണാധികാരികളും ഈ വിജ്ഞാനകേന്ദ്രത്തെ നെഞ്ചോട് ചേർത്തുപിടിച്ചു. 100-ലധികം ഗ്രാമങ്ങളിൽ നിന്നുള്ള നികുതി വരുമാനമാണ് ഈ സർവകലാശാലയുടെ ദൈനംദിന നടത്തിപ്പിനായി രാജാക്കന്മാർ നീക്കിവച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ ഇവിടെ പഠിച്ചിരുന്ന 10,000-ത്തോളം വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവുമെല്ലാം പൂർണ്ണമായും സൗജന്യമായിരുന്നു. ചൈന, കൊറിയ, ജപ്പാൻ, ടിബറ്റ്, മംഗോളിയ, ശ്രീലങ്ക തുടങ്ങി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതിഭകൾ അക്കാലത്ത് നളന്ദയിലെത്താൻ കുതിച്ചിരുന്നു. എന്നാൽ ഇവിടുത്തെ പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ല. സർവകലാശാലയുടെ കവാടത്തിൽ കാവൽ നിൽക്കുന്ന പണ്ഡിതനായ ദ്വാരപാലകൻ ചോദിക്കുന്ന കഠിനമായ ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകുന്നവർക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. 10-ൽ 3-4 പേർക്ക് മാത്രമാണ് ഈ ഭാഗ്യം ലഭിച്ചിരുന്നത്. പ്രവേശന പരീക്ഷ ജയിച്ചു കയറുന്നവരെ കാത്തിരുന്നത് അക്കാലത്തെ ഏറ്റവും മികച്ച ബുദ്ധിജീവികളായ 2000-ത്തോളം അധ്യാപകരായിരുന്നു. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ ആര്യഭടനും നാഗാർജുനനും ചൈനീസ് സഞ്ചാരിയായ ഹ്യുയാൻ സാങ്ങിന്റെ ഗുരുവായ ആചാര്യ ശീലഭദ്രനുമെല്ലാം ഈ മണ്ണിൽ വിജ്ഞാനം പകർന്നു നൽകിയ കുലപതിമാരായിരുന്നു. നളന്ദയുടെ വാസ്തുവിദ്യ ഇന്നും ആധുനിക എഞ്ചിനീയർമാരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഏകദേശം 14 ഹെക്ടറിലായി പരന്നുകിടക്കുന്ന ഇതിന്റെ അവശിഷ്ടങ്ങൾ കൃത്യമായ നഗരാസൂത്രണത്തിന്റെ തെളിവാണ്. വടക്ക് തെക്ക് ദിശയിൽ ക്രമീകരിച്ചിരിക്കുന്ന ക്യാമ്പസിന്റെ ഒരു വശത്ത് കൂറ്റൻ സ്തൂപങ്ങളും മറുവശത്ത് സന്യാസവിഹാരങ്ങളും താമസസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ചുവന്ന ചുട്ട ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഓരോ വിഹാരത്തിന് നടുവിലും ഒരു വലിയ മുറ്റവും അതിനു ചുറ്റുമായി വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള ചെറിയ മുറികളും ഉണ്ടായിരുന്നു. ഓരോ മുറിയിലും പഠിക്കാനായി ഒരു കൽക്കെട്ടിലും പുസ്തകങ്ങൾ വെക്കാനുള്ള അലമാരകളും വെളിച്ചം കടക്കാനായി പ്രത്യേക ജാലകങ്ങളും ഒരുക്കിയിരുന്നു. വലിയ തോതിൽ ഭക്ഷണം പാകം ചെയ്യാനുള്ള പൊതു അടുക്കളകളും ജലസംഭരണികളായ കിണറുകളും നൂതനമായ ഡ്രെയിനേജ്, മാലിന്യ ജല നിർഗമന സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നളന്ദയുടെ യഥാർത്ഥ ഹൃദയം ധർമ്മഗഞ്ച്, ധർമ്മത്തിന്റെ മല എന്നറിയപ്പെട്ടിരുന്ന അതിന്റെ മഹാവിശാലമായ ലൈബ്രറിയായിരുന്നു. രത്നസാഗര, രത്നോദതി, രത്നരഞ്ജക എന്നീ പേരുകളിലുള്ള 9 നിലകളുള്ള 3 കൂറ്റൻ കെട്ടിടങ്ങളിലാണ് ഈ ഗ്രന്ഥശേഖരം സൂക്ഷിച്ചിരുന്നത്. ഇവിടെ കേവലം ബുദ്ധമത ഗ്രന്ഥങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് ഗണിതം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ആയുർവേദം, യുക്തിചിന്ത, ലോജിക്, വ്യാകരണം, രാഷ്ട്രമീമാംസ തുടങ്ങിയ സകല വിജ്ഞാനശാഖകളും ഇവിടെ പഠിപ്പിക്കപ്പെടുകയും അവയുടെ ലക്ഷക്കണക്കിന് അപൂർവ കൈയെഴുത്തുപ്രതികളും താളിയോലകളും അവിടെ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. പ്രശസ്ത ചൈനീസ് സഞ്ചാരികളായ ഹ്യുയാൻ സാങ്ങും ഇറ്റ്സിങ്ങും വർഷങ്ങളോളം ഇവിടെ താമസിച്ച് പഠിച്ചതും ഈ അറിവിന്റെ സമുദ്രത്തിൽ നിന്നായിരുന്നു. വിജ്ഞാനം കൊണ്ട് ലോകത്തെ കീഴടക്കിയ നളന്ദയ്ക്ക് പക്ഷേ ക്രൂരമായ അധിനിവേശത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 12-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ AD 1193 തുർക്കോ അഫ്ഗാൻ സൈനിക തലവനായ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി എന്ന ഭരണാധികാരി നളന്ദയെ ആക്രമിച്ചു. വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട നളന്ദ ഒരു സൈനിക കോട്ടയാണെന്ന് ഖിൽജിയുടെ സൈന്യം തെറ്റിദ്ധരിച്ചതായും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ആയുധമില്ലാത്ത സന്യാസിമാരെയും പണ്ഡിതന്മാരായ വിദ്യാർത്ഥികളെയും അവർ ക്രൂരമായി കൊന്നൊടുക്കി. തുടർന്ന് ഖിൽജി നളന്ദയുടെ വിഖ്യാതമായ ലൈബ്രറിക്ക് തീയിട്ടു. മനുഷ്യരാശിയുടെ നൂറ്റാണ്ടുകളായുള്ള അറിവും സംസ്കാരവും പേറിയിരുന്ന 9 ദശലക്ഷത്തോളം അഥവാ 90 ലക്ഷം പുസ്തകങ്ങളും അപൂർവ രേഖകളുമാണ് അന്ന് കത്തിയമർന്നത്. ആ തീയുടെ വ്യാപ്തി എത്രത്തോളമായിരുന്നുവെന്നാൽ തുടർച്ചയായി 3 മാസത്തോളമാണ് നളന്ദയിലെ ലൈബ്രറി കത്തിയെരിഞ്ഞത് എന്ന് ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നു. ഒരു മഹാസംസ്കാരത്തിന്റെ വെളിച്ചമാണ് അന്ന് ആ പുകച്ചുരുളുകളിൽ ഇല്ലാതായത്. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ വളർച്ചയെപ്പോലും സ്വാധീനിച്ച നളന്ദയിലെ പണ്ഡിതനായ പത്മസംഭവനെപ്പോലുള്ളവരുടെ ഈറ്റില്ലമാണ് അന്ന് ചാരമായി മാറിയത്. നൂറ്റാണ്ടുകളോളം മൺകൂനകൾക്കിടയിൽ വിസ്മൃതിയിലാണ്ടുപോയ നളന്ദയുടെ അവശിഷ്ടങ്ങൾ പിന്നീട് പുരാവസ്തു ഗവേഷകർ ഖനനം ചെയ്തെടുക്കുകയായിരുന്നു. 2016-ൽ യുനെസ്കോ നളന്ദയെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഈ ചരിത്രഭൂമിയെ ആദരിച്ചു. എന്നാൽ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല. തകർക്കപ്പെട്ട പഴയ പ്രൗഢി വീണ്ടെടുക്കാനെന്നോണം ഭാരത സർക്കാർ രാജ്ഗിറിൽ ഒരു പുതിയ നളന്ദ അന്താരാഷ്ട്ര സർവകലാശാല സ്ഥാപിച്ചു. ലോകത്തിന് മാതൃകയായി പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായ നെറ്റ് സീറോ കാർബൺ എമിഷൻ ഈ പുതിയ ക്യാമ്പസ് 2024 ജൂണിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. കെട്ടിടങ്ങൾ തകർക്കാനും പുസ്തകങ്ങൾ കത്തിക്കാനും കഴിഞ്ഞേക്കാം,
എന്നാൽ മനുഷ്യൻ ആർജിച്ച ജ്ഞാനത്തോടുള്ള ദാഹത്തെ ഇല്ലാതാക്കാൻ ഒരു അധിനിവേശക്കാരനും കഴിയില്ലെന്ന വലിയ സത്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നളന്ദയുടെ ജ്ഞാനാഗ്നി ഇന്നും ലോകത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കുന്നു.